ഹായ് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്, ഇതേ സീരീസിലെ കഴിഞ്ഞ വീഡിയോ നോക്കിയത്, സംസാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ന്യൂനതകൾ. അതുകൊണ്ട് എന്തുകൊണ്ട് IBM വേണം, അല്ലെങ്കിൽ IBMന് ഒരുപാട് ചാൻസ് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഫീൽ ചെയ്തത് ഫോക്കസ് എന്നുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഫോക്കസ് മാർക്കാണ്. ഒന്നാമത് മാർക്ക് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളൊരു ലയണൽ മെസ്സി നിങ്ങൾക്ക് വേണ്ട, പക്ഷെ ലയണൽ മെസ്സി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി എത്ര കോടി മുടക്കാനും ഇവിടെ എല്ലാവരും തയ്യാറാണ്. ഇവിടെ ഒരു പുതിയൊരു ലയണൽ മെസ്സിയെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആകെ കോൺസെൻട്രേഷൻ എല്ലാവരും, അതായത് ഇത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു കാടുമായി താരതമ്യം ചെയ്യും. അവിടെ കുതിരയുണ്ടാകും, തവളയുണ്ടാകും, പൂച്ചിലുണ്ടാകും, മീനുണ്ടാകും, സിംഹമുണ്ടാകും, കുതിരയുണ്ടാകും, സീബ്ര ഉണ്ടാകും, അങ്ങനെ പലതും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ടെസ്റ്റ്. എന്നാൽ എല്ലാവരും പോയി നീന്താൻ പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ മണ്ടത്തരമാണ്. വിവിധ തരം ആളുകളാണ് നമ്മളുടെ സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസിന് വിവിധ തരം ടാലൻ്റ് ഉണ്ടാവും. പക്ഷെ ഈ മാർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നിടത്ത് നമ്മളുടെ ശരിക്കുള്ള ടാലൻസ് നഷ്ടപ്പെടുന്നു. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തിന് നമ്മളുടെ ഫോക്കസ് എക്സാംസിലാണ്, റാങ്കിലാണ്, മെമ്മറൈസേഷനിലാണ്, സിലബസ് ഓറിയൻറ്റഡ് മാത്രമായിട്ടുള്ളൊരു എഡ്യൂക്കേഷനാണ്, പുറത്തൊന്നുമില്ല. നമ്മളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ ദേ ആർ ജസ്റ്റ് ടീച്ചേഴ്സ്, നോട്ട് റിയൽ ലൈഫ് എക്സ്പെർട്സ്. അവർ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള സയൻറ്റിസ്റ്റോ ഒന്നുമല്ല. ഒരു സാധാരണ ഒരു ടീച്ചർമാരാണ്. അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവരൊരു കാര്യം പഠിക്കുന്നു, അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് ഒരു മാത്സ് ടീച്ചർ ഈ ക്ലാസ്സിൽ ഇന്ന് വർഷം 2026 എടുത്തു ഒരു ക്ലാസ്, അതേ സാധനം തന്നെയാണ് അടുത്ത 2-3 വർഷങ്ങളിൽ വരുന്ന ക്ലാസ്സിൽ കൊടുക്കുന്നത്. അവർ സ്വയം അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അപൂർവമായിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം രണ്ടായിട്ട് തരംതിരിക്കേണ്ട ഒരു കാലഘട്ടം. ഒന്ന് ഇൻ്റർനെറ്റിന് മുമ്പും ഇൻ്റർനെറ്റിന് ശേഷവും. നമ്മളിപ്പോഴും ഇൻ്റർനെറ്റിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ സ്ട്രക്കായിരിക്കുകയാണ്. കാലഘട്ടം മാറി, ChatGPT വന്നു, ജെമിനി വന്നു, ഗൂഗിൾ വന്നു, യാഹു വന്നു. ഓരോ ഹിസ്റ്ററികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഓരോ ദിവസവും പുതിയ ആപ്ലിക്കേഷൻസ് വരുന്നു. ലൈഫ് കൂടുതൽ ഈസി ആവുന്നു. നമുക്ക് ഗ്രാഫിക് ഡിസൈനർ പോലെയുള്ള പണികൾ നാളെ ഉണ്ടോ, അതേപോലെ റൈറ്റേഴ്സിന് നാളെ നിലനിൽപ്പുണ്ടോ, അതേപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് നാളെ നിലനിൽപ്പുണ്ടോ, ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ടോട്ടലി നാളത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആർട്ട് ഡയറക്ടേഴ്സ്, ലൈക്ക് സിനിമ ഡയറക്ടേഴ്സിന് നിലനിൽപ്പുണ്ടോ എന്നുള്ളത് കാര്യം സംശയമാണ്. ഈവൻ ക്യാരക്ടർ ഒന്നും കൊടുത്താൽ മതി, എങ്ങനെ ആക്ടിങ്, എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം അതിൽ വരും. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പുരോഗമിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. റിയൽ ലൈഫ് സ്കില്ലുകൾ, നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്, സയൻസ് പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ പണം മാനേജ് ചെയ്യണമെന്ന് പഠിക്കുന്നില്ല. മാത്തമാറ്റിക്സ്, സയൻസ്, ഹിസ്റ്ററി, ലാംഗ്വേജുകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ പണം വരുന്നു, എങ്ങനെ പണം പോകുന്നു എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ സ്ട്രെസ്, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ പഠിപ്പിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ പഠിപ്പിക്കുന്നില്ല. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും വേണ്ട ഒരു കാര്യം, പരാജയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിൽ വിജയിച്ചവർ മാത്രമല്ല, പരാജയങ്ങളും ഉണ്ട്. പരാജയപ്പെട്ടിട്ട് നിങ്ങളുടെ കുട്ടി 50-ൽ ഒരു 18 മാർക്ക് എടുത്തിട്ട് വരികയാണ്. അവനെ ഔട്ടൻ കമ്പയർ ചെയ്യലായി, അപ്പുറത്തെ വീട്ടിൽ അവനെ കണ്ടുപിടിക്കും,
അപ്പൊ മോനെ നീ എന്തുകൊണ്ട് നീ പരാജയപ്പെട്ടു, നീ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, നീ കുട്ടി പറ ഈ സബ്ജക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം അപ്പുറത്തുള്ള വീട്ടിലെ ആളുകളായിട്ട് കമ്പയർ ചെയ്യാം. അവിടത്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പരാജയപ്പെടുന്നത്. ശരിക്കും എക്സാംസ് എന്നുള്ളത് മുമ്പും ഉണ്ടായിരുന്നു. പുരാതന കാലഘട്ടത്തിലും നമ്മുടെ ഇന്നൊന്നുമല്ലല്ലോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. നളന്ദ, തക്ഷശില പോലെ വലിയ ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അവിടെയും ഇതേപോലെ പരീക്ഷകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പരീക്ഷയുടെ യഥാർത്ഥ ഉദ്ദേശം അധ്യാപകന് മനസ്സിലാക്കണം, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്നുണ്ടോ. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? വിദ്യാർത്ഥി ടാലന്റ് അധ്യാപകന് പരിശോധിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഓൺ അതർ വേ അറൗണ്ട്. It should be on other way around. But people used to think examination is a test for students to understand the teacher, the student is capable or not. എക്സാമിന്റെ യഥാർത്ഥ ഉദ്ദേശം മാറിപ്പോയി. ഇതിന്റെ ഉദ്ദേശം സ്റ്റുഡൻസ് എക്സാം പാസ്സാകുന്നു, ബട്ട് റിയൽ ലൈഫിൽ വരുമ്പോൾ അവർ സ്ട്രഗ്ലിങ് ചെയ്യും. റിയൽ ലൈഫ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു 10ാം ക്ലാസ്സിൽ ഒരു റാങ്ക് കിട്ടിയ അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് മാത്രം ലൈഫ് സക്സസ് ആയി എന്ന് ഉറപ്പില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ലൈഫിന്റെ സക്സസ് എന്നുള്ളത് ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ചിലർക്ക് പൈസയായിരിക്കും, ചിലർക്ക് വലിയൊരു ജോലിയായിരിക്കും, ചിലർക്ക് കുടുംബജീവിതമായിരിക്കും, ഓരോരുത്തർക്കും. അല്ലെങ്കിൽ ചിലർക്ക് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ ആവുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സക്സസ് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് ഒരു കോമൺ ഗോളിലോ ഒരു കോമൺ യാർഡ് സ്റ്റിക്കിലോ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു അളവ് പോലെ ഇല്ല. സക്സസ് അല്ലെങ്കിൽ വിജയം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. യാഥാർത്ഥ്യം എന്തെന്നാൽ വിദ്യാഭ്യാസമല്ല, ജീവിതം തന്നെ തുടങ്ങുന്നത് ആഫ്റ്റർ സ്കൂളാണ്. അപ്പൊ ഈ ആഫ്റ്റർ സ്കൂളിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാറില്ല, അത് പ്രായോഗികമായിട്ട് ഉദ്ദേശിക്കുന്നത് 17 വയസ്സിൽ ഒരു സ്കൂളിൽ പഠിച്ചു, എന്താണ് ജീവിതം ഫേസ് ചെയ്യേണ്ടത്. ഇവിടെ 17 വയസ്സിൽ 3 വർഷം ഡിഗ്രി, അത് കഴിഞ്ഞ് 2 വർഷം മാസ്റ്റേഴ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള റിയൽ ലൈഫ് നമ്മൾ പഠിക്കുന്നില്ല. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പലിശയും കൂട്ടുപലിശയുടെ കണക്കുകളൊക്കെ പഠിക്കുന്നില്ലേ? അത് ഒരു മാനേജർ, ഒരു ബാങ്കിൽ ഒരു മാനേജർക്ക് വേണ്ട കണക്കുകൾ മാത്രം അത് ഉണ്ടാവും. റിയൽ ഫിനാൻസ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഫിനാൻസ് പൂർണ്ണമായിട്ട് അറിയില്ല, ബട്ട് എൻ്റെ ദാദ കോ ഫൗണ്ടർ ആയിട്ടുള്ള ജിനോ, ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ഫിനാൻസ്, അക്കൗണ്ടൻസി, ബിസിനസ് ടാക്സ്, അല്ലെങ്കിൽ ബിസിനസ് ലോ, how to setting up a business. This is the area he is interested. So my area of interest, search engine optimization, web making, like marketing, sales. The other area is I have a different area of interest. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ അല്ലല്ല അവൻ സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ അവന് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ ഞാൻ വീക്കുമാണ്. അപ്പം നമ്മൾക്ക് എന്തുകൊണ്ട് യോജിച്ച് നമുക്ക് തന്നെ സ്വയം ഒരു ബിസിനസ് സ്കൂൾ തുടങ്ങിക്കൂടെ? ഇതെല്ലാം പഠിപ്പിക്കുന്ന നമ്മൾ വീണ്ടും ആദ്യത്തിലേക്ക് വരിക. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നില്ല, എങ്ങനെ പണം വർക്ക് ചെയ്യുന്നു പഠിപ്പിക്കുന്നില്ല, ഇൻകം എന്താണ്, വെൽത്ത് എന്താണ്, അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല, സേവിങ് എന്താണ്, ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് സേവിങ് ഇൻവെസ്റ്റിംഗ് ഒന്നാണ്. സേവിങ്ങും ഇൻവെസ്റ്റിംഗും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് സേവിങ്ങും ഇൻവെസ്റ്റിങ്ങും വേറെ വേറെയാണ്. ലോൺ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, ഡെപ്റ്റ് എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഫിനാൻഷ്യൽ സ്കാംസ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവരോടും അഭിമുഖീകരിച്ച് പറയുന്നു, ഇവിടെ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല. അതിനുശേഷം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരുപാട് ഫിനാൻഷ്യൽ സ്കാം. ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്യൂ, പിറ്റേ അടുത്ത മാസം നിങ്ങൾക്ക് 20 കോടിയാകാമെന്ന് പറയുമ്പോൾ അയാളുടെ പിന്നാലെ പോകാൻ എത്രയോ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങളും പറയുന്നു, നിങ്ങൾ ഓവർനൈറ്റിൽ പണക്കാരനാക്കാവുന്ന ഒരു സീക്രട്ടും പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നില്ല.
IBM അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. IBM പൂർണ്ണമായ ക്ഷമയുള്ളവർക്കും ദീർഘകാലഘട്ടത്തിൽ സമ്പന്നനാകാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് സ്കൂളാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഫിനാൻഷ്യൽ സ്കാംസിലേക്ക് പെടുന്നവരാരാണ്? ഫിനാൻഷ്യൽ അവയർനെസ് ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവരെ പോയി പെടും. ഫിനാൻസ് ആളുകൾ സമ്പാദിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ സ്പെൻഡിങ് എങ്ങനെ ചെയ്യണം? ഇമ്പൾസീവ് സ്പെൻഡിങ് ചെയ്യാൻ പാടുമോ? എന്താണ് ഇമ്പൾസീവ് സ്പെൻഡിങ്? അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു, എങ്ങനെയാണ് അതിന് പ്രൈസിങ് ഇടേണ്ടത്? ആ പ്രൈസിൽ തന്നെ നമുക്ക് വിൽക്കാൻ കഴിയുമോ? ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള നേച്ചറാണ്. ഈവൻ വെൻ യു ആർ ഡീലിംഗ് വിത്ത് ചൈനീസ്, ദേ വിൽ ടെൽ യു വൺ പ്രൈസ്, ദാറ്റ് ഈസ് ദെയർ പ്രൈസ്. അവരുടെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വിലയിടും, അത് ഏറ്റവും ചുരുങ്ങിയ വിലയായിരിക്കും. അവർ തന്നെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യും, അവർ ഏറ്റവും ചെറിയ വിലയായിരിക്കും, അതിലവർ സ്റ്റിക്ക് ഓൺ ചെയ്യും. വേണമെങ്കിൽ വാങ്ങിക്കും, വേണ്ടെങ്കിൽ വേണ്ട.